യുഎഇയിൽ ഇനി മുതൽ ഗാർഹിക തൊഴിൽ തർക്കങ്ങൾ മാനവവിഭവ മന്ത്രാലയത്തിന്റെ മധ്യസ്ഥതയിലാണ് പരിഹരിക്കുക. 14 ദിവസത്തിന് ശേഷവും പരിഹാരം കാണാൻ കഴിയാത്ത കേസുകൾ മാത്രമേ കോടതികളിലേക്ക് വിടുകയുള്ളൂ. അതുപോലെ തന്നെ 50,000 ദിർഹത്തിന് മുകളിലാണ് മൂല്യമെങ്കിലും കേസ് കോടതിയിലേക്ക് വിടും. ഇനി നിലവിൽ അപ്പീൽ കോടതിയിലുള്ള കേസുകളാണെങ്കിൽ പോലും ഭേദഗതി ചെയ്ത നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിഗണിക്കുക. അതുപോലെ ഈ തൊഴിൽ തർക്കങ്ങൾ സ്പോൺസറും റിക്രൂട്ടറും തമ്മിലാണെങ്കിലും ഇതേ രീതിയിൽ തന്നെയാണ് കൈകാര്യം ചെയ്യുക. മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റായ mohere.gov.ae എന്ന വെബ്സൈറ്റ് വഴിയും MOHRE UAE എന്ന മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയും കോൾ സെന്റർ നമ്പറായ 80084 എന്ന നമ്പർ വഴിയും പരാതികൾ സമർപ്പിക്കാം. ഈ വേനൽക്കാലത്ത് അസാധാരണമായ കാലാവസ്ഥയ്ക്കാണ് സൗദി അറേബ്യ സാക്ഷ്യം വഹിക്കുന്നത്. സൗദിയുടെ പല ഭാഗങ്ങളിലും ശക്തമായ മഴയും അതുമൂലം വെള്ളപ്പൊക്കവും ഉണ്ടായിട്ടുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ ആലിപ്പഴ വർഷവും കാറ്റുമുണ്ട്. അസാധാരണമായ കാലാവസ്ഥ പ്രധാനമായും ബാധിച്ചത് ജസാനിലാണ്. ഇവിടെ നഗരത്തിൽ 184 മീറ്റർ മഴയാണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. ഇത് ഒരു ദശാബ്ദത്തിനിടയിലെ ഏറ്റവും ഉയർന്ന മഴയാണ്. 2022 ജിദ്ദയിലുണ്ടായ 182 മില്ലിമീറ്റർ മഴയായിരുന്നു ഇതുവരെയുള്ള റെക്കോർഡ്. അസീർ മേഖലയിലെ പ്രധാന ഹൈവേയിൽ കൂറ്റൻ പാറക്കെട്ടുകൾ പൊട്ടി ഒഴുകിയെത്തിയത് പ്രദേശത്താകെ പരിഭ്രാന്തി പരത്തി. റോഡിന് വശത്തെ മലനിരകളിൽ നിന്ന് വലിയ പാറക്കെട്ടുകൾ മലവെള്ളം കണക്കെ ഒഴുകിയെത്തുകയായിരുന്നു. വരും ദിവസങ്ങളിലും സൗദി അറേബ്യയിൽ ഉടനീളം കനത്ത മഴയും കൊടുങ്കാറ്റും പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിലുള്ള സാഹചര്യം നിയന്ത്രിക്കാൻ ജസാൻ മുനിസിപ്പാലിറ്റി 1000-ഓളം ഉദ്യോഗസ്ഥരും വിവിധ ഉപകരണങ്ങളും ഉൾപ്പെടുന്ന വിപുലമായ അടിയന്തര പ്രതികരണ സംവിധാനം സജ്ജമാക്കിയിട്ടുണ്ട്. എന്നാൽ പെട്ടെന്നുണ്ടായ ഈ കാലാവസ്ഥാ മാറ്റം ഭൂപ്രകൃതിയെ മൂടൽമഞ്ഞും പച്ചപ്പും നിറഞ്ഞ മനോഹരമായ ദൃശ്യങ്ങളാക്കിയും മാറ്റിയിട്ടുണ്ട്. രാജ്യത്തിനകത്തും ആഗോളതലത്തിലും മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയുടെ പ്രതിഫലനമാണ് ഇതെന്നാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. ഈ അടുത്തായി ഒമാനിൽ പ്രളയവും അതുമൂലമുള്ള അപകടങ്ങളുമൊക്കെ വർദ്ധിച്ചു വരികയാണ്. ഈ ഒരു സാഹചര്യത്തിൽ വെള്ളപ്പൊക്ക ഭീഷണി ഉയർത്തുന്ന മേഖലകൾ കണ്ടെത്താനായി ഒരു പദ്ധതി നടപ്പാക്കുകയാണ് ഒമാൻ ഭരണകൂടം. ഇതിനായി ഒരു കൺസൾട്ടൻസിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളപ്പൊക്ക സാധ്യതാ മേഖലകൾ കണ്ടെത്തുക, അവയുടെ അപകട സാധ്യതയും വെള്ളം ഒഴുകിപ്പോകുന്ന പ്രധാന വാദികളും ഉപവാദികളും അടയാളപ്പെടുത്തുക, ഇവയെ ഭൂമിശാസ്ത്രപരമായി തിരിച്ചറിഞ്ഞ് ഉയർന്ന അപകട സാധ്യത, ഇടത്തരം അപകട സാധ്യത, കുറഞ്ഞ അപകട സാധ്യത എന്നിങ്ങനെ വേർതിരിക്കുക എന്നീ കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ പ്രധാനമായും ഉൾപ്പെടുത്തുക. കൂടാതെ ഇത്തരം മേഖലകളിൽ കെട്ടിടങ്ങളും മറ്റും നിർമ്മിക്കുമ്പോൾ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനും സുരക്ഷിതമായ നഗര നിർമ്മാണത്തിനും പ്രളയ സാധ്യതാ മാപ്പ് വഴികാട്ടിയാകുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. ഗതാഗത നിയമലംഘനങ്ങൾക്ക് ഖത്തർ പ്രഖ്യാപിച്ച ഫൈൻ ഇളവ് ഈ മാസം 31 അവസാനിക്കുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് അധികൃതർ. 50% ഇളവോടുകൂടി ട്രാഫിക് ഫൈൻ അടയ്ക്കാനുള്ളൊരു അവസരമാണ് ഇപ്പോഴുള്ളത്. കഴിഞ്ഞ മെയ്യിലാണ് ജൂൺ മുതൽ 3 മാസത്തേക്ക് ഈ ഒരു ഇളവ് ഖത്തർ പ്രഖ്യാപിച്ചത്. ഇത് അവസാന അവസരമാണ് എന്നും അധികൃതർ പറയുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ ആകെ പിഴത്തുകയുടെ 50% മാത്രം നൽകി നിയമ നടപടികളിൽ നിന്ന് ഒഴിവാകാവുന്നതാണ്. അല്ലാത്തപക്ഷം 31 ശേഷം ഫൈൻ മുഴുവനായും അടയ്ക്കേണ്ടി വരും. അതുമാത്രമല്ല, ഫൈൻ മുഴുവനായും അടയ്ക്കാതെ ഖത്തറിൽ നിന്ന് പുറത്തേക്ക് പോകാനും സാധിക്കില്ല.